പഠിക്കാൻ പോകുന്നത് ഈസ്, ആം, ആർ. ഈ 3 വേർഡ്സ് നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ടേബിൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടേബിൾ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ച് ദിവസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ആം. ആം നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതെന്നാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഐ എന്നുള്ള നൗൺ, അതായത് ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. അപ്പോൾ ഐ എന്നുള്ള നൗണിന്റെ കൂടെ പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നടക്കുന്ന വർത്തമാന കാലത്തിൽ, അതായത് അറ്റ് പ്രസന്റ്. അപ്പൊ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസന്റ് അല്ലേ? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രസന്റ് ആണ്. അപ്പൊ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഐയുടെ കൂടെ എന്താ യൂസ് ചെയ്യുക? ആം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പാസ്റ്റിലാണെങ്കിൽ ഐ വാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. അതായത് കഴിഞ്ഞ കാര്യം. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ കഴിഞ്ഞ കാലത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ സമയം വേണമെങ്കിൽ പറയും. അതായത് കുറച്ച് മുന്നേ നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമല്ലോ, അത് പാസ്റ്റ് ആണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വർഷം, ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ്, അതൊക്കെ കഴിഞ്ഞ കാര്യമാണല്ലോ, അതാണ് പാസ്റ്റ്. അപ്പൊ പാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ ഐയുടെ കൂടെ ഐ വാസ് ആയിരിക്കും ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരാളെ പറ്റിയിട്ട് പറയുന്നത് ഹി അല്ലേ? അപ്പോൾ ഹി പ്രസന്റിലാണെങ്കിൽ നമ്മൾ ഹി ഈസ് ആയിരിക്കും പറയുന്നത്. ഹി ഈസ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ ഷീ ആണെങ്കിൽ ഷീ ഈസ് ആയിരിക്കും. അതുപോലെ ഇറ്റ് ഈസ് ആണ്. റാം, ഇപ്പൊ നമ്മൾ റാം എന്നുള്ളതും ഈ മായ എന്നുള്ളതും ഏതെങ്കിലും രണ്ട് പേരെന്നെ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പൊ അത് ഏതൊരു വ്യക്തിയുടെ പേര് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ഈസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊക്കെ പ്രസന്റിലാണെങ്കിൽ. ഇനി കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലോ, പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഹി വാസ് ആയിരിക്കും, ഷീ വാസ് ആയിരിക്കും, ഇറ്റ് വാസ്, റാം വാസ്, മായ വാസ്, എക്സെട്ര. ഏതാണ് നമ്മളിപ്പോൾ ഒരു ആളുടെ പേരൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വാസ് ആയിരിക്കും പാസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. അടുത്ത നമ്മൾ പറയുന്നത് കളക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതായത് ദേ, വി, യു. ഓക്കെ. ഇപ്പൊ ദേ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെയല്ലേ പറയാ? ദേ ആയാലും വി ആണെങ്കിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ദേയും വിയും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യു എന്നുള്ളത് നമുക്ക് രണ്ട് ടൈപ്പിൽ ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ യു എന്നുള്ളത് ഒന്നിൽ കൂടുതൽ ആൾക്കാരെ അഭിസംബോധന ചെയ്യാനായിട്ടും ഒരാളോട് പറയാനായിട്ടും നമ്മൾ യു യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ദേ, വി, യു ഈ മൂന്നെണ്ണമാണ് നൗൺ ആയിട്ട് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ ചേർക്കേണ്ടത് ആർ ആണ് കേട്ടോ. പ്രസന്റിലാണെങ്കിൽ ദേ ആർ, വി ആർ, അതുപോലെ തന്നെ യു ആർ, അത് നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ പാസ്റ്റിലാണെങ്കിൽ എന്താണ്? ദേ വേർ, വി വേർ, അതുപോലെ തന്നെ യു വർ. ഇങ്ങനെയൊക്കെ നമ്മൾ പാസ്റ്റിൽ ചേർക്കുന്നുണ്ടാവുക. ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ എഴുതാം? ഹംഗ്രി എന്ന് എഴുതാം. ഹംഗ്രി എന്ന് പറഞ്ഞാൽ വിശപ്പ്. അപ്പൊ നമ്മളിപ്പോ പ്രസന്റിലെ കാര്യമാണ് പറയുന്നത്. ഐ ആം ഹംഗ്രി. ഐ ആം ഹംഗ്രി എന്ന് പറയല്ലോ. ഓക്കെ. അപ്പൊ ഐ ആം ഹംഗ്രി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെ? ഐ ആം ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എനിക്ക് വിശക്കുന്നു. അതായത് അറ്റ് പ്രസന്റ് എനിക്ക് വിശക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതേ സമയത്ത് നമ്മൾ കഴിഞ്ഞ കാര്യമാണ്, അതായത് എനിക്ക് ആ സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നലെ, അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് പറയാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഐ വാസ് ഹംഗ്രി. ഐ വാസ് ഹംഗ്രി എന്നാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ആയല്ലോ. അടുത്ത നമുക്ക് ഹി, ഷീ, ഇറ്റ്, റാം, മായ, അതായത് നെയിം അങ്ങനെ വരുമ്പോൾ, അതായത് നമ്മൾ ഒരൊറ്റ ആളുടെ കാര്യം പറയുന്നത്, ഒരൊറ്റ പേഴ്സണേ ഉള്ളൂ എങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനവിടെ നമുക്ക് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. പ്രസന്റിലാണെങ്കിൽ നമുക്ക് ഈസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയാ? ഹി ഈസ് ഹംഗ്രി, ഹി ഈസ് ഹംഗ്രി, ഷീ ഈസ് ഹംഗ്രി, ഇറ്റ് ഈസ് ഹംഗ്രി, റാം ഈസ് ഹംഗ്രി, മായ ഈസ് ഹംഗ്രി. അല്ലാതെ നമുക്ക് ഒരിക്കലും ഹി ആർ ഹംഗ്രി അല്ലെങ്കിൽ ഇറ്റ് ആർ ഹംഗ്രി അങ്ങനെ പറയില്ല. ഒരൊറ്റ ആളെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ ഒരൊറ്റ തിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അവിടെ ഈസ് ആണ് നമ്മൾ പ്രസന്റിൽ യൂസ് ചെയ്യുന്നത്. അതേ സമയത്ത് നമ്മൾ പാസ്റ്റിലാണെങ്കിൽ നമുക്ക് വാസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പൊ ഹി വാസ് ഹംഗ്രി, ഷീ വാസ് ഹംഗ്രി, ഇറ്റ് വാസ് ഹംഗ്രി, റാം വാസ് ഹംഗ്രി, മായ വാസ് ഹംഗ്രി. കഴിഞ്ഞ കാര്യമാണെങ്കിൽ പാസ്റ്റിലാണ് നമ്മൾ വാസ് ആയിരിക്കും യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് അവിടെ ഹി, വേർ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. ഒരൊറ്റ ആളെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈസ് അല്ലെങ്കിൽ വാസ് ആയിരിക്കും പറ്റുന്നത്. അത് പ്രസന്റും പാസ്റ്റും നോക്കിയിട്ട് ഈസ് ആണോ വാസ് ആണോ എന്ന് നോക്കണം. ഓക്കെ. അടുത്ത നമുക്കിനി കളക്റ്റീവ് ആയിട്ടാണെങ്കിൽ ദേ, വി, യു. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ എന്താണ്? ദേ ആർ ഹംഗ്രി, അവർക്ക് വിശപ്പുണ്ടായിരുന്നു. വി ആർ ഹംഗ്രി, സോറി,
ദേ ആർ ഹംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് വിശക്കുന്നുണ്ട്, അവർക്ക് ഒരു വിശപ്പിലാണ്. വി ആർ ഹംഗ്രി, ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്. യു ആർ ഹംഗ്രി, നീ വിശപ്പിലാണ്, നിനക്ക് വിശക്കുന്നുണ്ട്. അതാണ് നമ്മൾ ദേ ആർ ഹംഗ്രി, വി ആർ ഹംഗ്രി, അതുപോലെ തന്നെ യു ആർ ഹംഗ്രി എന്ന് പറഞ്ഞ അർത്ഥം. ദെൻ നമുക്ക് പാസ്റ്റിലാണെങ്കിൽ കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി പറയാൻ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വേർ ആണ് കേട്ടോ. അതായത് ഒരു കൂട്ടം ആളുകളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് അവിടെ വേർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ദേ വേർ ഹംഗ്രി, വി വേർ ഹംഗ്രി, യു വേർ ഹംഗ്രി. അങ്ങനെയാണ് നമ്മൾ ഈ ഈസ്, ആം, ആർ, വാസ്, വേർ ഒക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഡാഷ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ആൻസർ പറയുന്നതിന് മുൻപ് ഒന്ന് ഒറ്റയ്ക്കൊന്ന് എഴുതി നോക്ക്, എന്നിട്ട് കറക്റ്റ് ആണോ എന്നൊന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഷീ ഡാഷ് വെരി ബ്യൂട്ടിഫുൾ. ഷീ ഡാഷ് വെരി ബ്യൂട്ടിഫുൾ. അപ്പോൾ ഷീ എന്ന് പറയുന്നത് നമ്മൾ ഷീ ആർ ബ്യൂട്ടിഫുൾ ആണോ അതോ ഷീ ഈസ് ബ്യൂട്ടിഫുൾ ആണോ വരുന്നുണ്ടാവുക? ഷീ എന്ന് പറയുന്നത് ഒരൊറ്റ ആളാണ് അല്ലേ, ഒറ്റ ആളേ ഉള്ളൂ. അപ്പോൾ ഒരാളാകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞേ? നമുക്ക് നോക്കി നോക്കാം. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഷീ എന്ന് വരുമ്പോൾ ഈസ് ആണ് അല്ലേ. അപ്പോൾ ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ് അവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഓക്കെ, ഷീ ഈസ്. അടുത്തത് ദേ ഡാഷ് ഫ്രണ്ട്സ്. ദേ ഡാഷ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്കവിടെ ദേ ഈസ് ഫ്രണ്ട്സ് ആണോ അതോ ദേ ആർ ഫ്രണ്ട്സ് ആണോ വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ഒരു കൂട്ടം ആളുകളാണെങ്കിൽ നമ്മൾ അവിടെ ആറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അത് പ്രസന്റിലാണെങ്കിലോ ആറും, പാസ്റ്റിലാണെങ്കിൽ വേറാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഈസും ആറേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കത് എന്ത് എഴുതാൻ പറ്റും? ആർ എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ ദേ ആർ ഫ്രണ്ട്സ്. ഓക്കെ, അടുത്തത് വി ഡാഷ് കമ്മിങ്. വി ഈസ് കമ്മിങ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? വി എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് അല്ലേ. നമ്മൾ, ഞങ്ങൾ എന്നുള്ളടത്താണല്ലോ വരുന്നത്. അപ്പൊ അത് ഒന്നിൽ കൂടുതൽ ആൾക്കാരല്ലേ. ഒരാൾ ഒറ്റയ്ക്ക് പറയുമോ ഞങ്ങൾ എന്ന്? പറയില്ലല്ലോ, ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് എന്താണ്? ആറാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തായിരിക്കും? വി ആർ കമ്മിങ്. ദെൻ ജോൺ ഡാഷ് ഡാൻസിങ്. ജോൺ ഡാഷ് ഡാൻസിങ്. ജോൺ എന്തായിരിക്കും വരുന്നുണ്ടാവുക? ജോൺ ഒരൊറ്റ ആളാണല്ലേ, ഒരാളുടെ പേരല്ലേ. ഒരൊറ്റ ആളാവുമ്പോ ഈസ് ആയിരിക്കും വരിക അല്ലേ. അപ്പൊ എന്താണ്? ജോൺ ഈസ് ഡാൻസിങ്. ഓക്കെ, ദെൻ ദിസ് ഈസ് എ കാറ്റ്. ദിസ് ഈസ് എ കാറ്റ്. അടുത്ത എന്താണ്? ദിസ് ഡാഷ് എ കാറ്റ്. ദിസ് ഡാഷ് എ കാറ്റ്. ദിസ് എന്ന് പറഞ്ഞ എന്താണ്? ഒരു എന്നല്ല അർത്ഥം. സോറി, ദിസ് എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് അർത്ഥം. നമ്മൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സ്ഥാനത്തില് നമ്മൾ പറയുന്നത് ഇത് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ വരുന്നുണ്ടാവുക? ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഒരു കാര്യത്തിനല്ലേ പറഞ്ഞേ, ഒരൊറ്റ സാധനമാകുമ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ദിസ് ആർ എ കാറ്റ് എന്ന് പറയുമോ? ഇല്ല, ദിസ് ഈസ് എ കാറ്റ് എന്നാ പറയാ അല്ലേ. ഓക്കെ, ദിസ് ഈസ് എ കാറ്റ്. അടുത്തത് ദോസ് ഡാഷ് മൈ ഫ്രണ്ട്സ്. ദോസ് ഡാഷ് മൈ ഫ്രണ്ട്സ്. ദോസ് ഡാഷ് മൈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ദോസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ദോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനത്തിനെയാണോ ഒന്നിൽ കൂടുതലിനെയാണോ പറയുന്നത്? ദോസ് എന്ന് പറഞ്ഞാൽ അവ എന്നാണ് അർത്ഥം. അവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലാണല്ലോ, ഒരു കുറച്ച് കൂട്ടം സാധനങ്ങളാണ് നമ്മൾ ദോസ് എന്ന് പറയുന്നത്. അവ അല്ലെങ്കിൽ അവർ, അതാണല്ലോ ഇവിടെ അർത്ഥം വരുന്നത്. അപ്പൊ ദോസ് ഡാഷ് മൈ സ്റ്റുഡൻസ്. അപ്പൊ ദോസ് ഈസ് മൈ സ്റ്റുഡൻസ് എന്നാണോ ദോസ് ആർ മൈ സ്റ്റുഡൻസ് എന്നാണോ വരിക? ദോസ് ആർ മൈ സ്റ്റുഡൻസ് അല്ലേ. അതെന്താ കാരണം? ഒന്നിൽ കൂടുതൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്? അവിടെ ആറായിരിക്കും വരിക. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കാം കേട്ടോ. നമുക്ക് ഇവിടെ ദോസ് ഡാഷ് മൈ സ്റ്റുഡൻസ് എന്നല്ലേ, സ്റ്റുഡൻസ് എസ് ഉണ്ട്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഉണ്ടല്ലോ, ഒരു സ്റ്റുഡന്റ് അല്ല, ഒന്നിൽ കൂടുതൽ ഉണ്ടാവുകൊണ്ടാണ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അത് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ആറാണെന്ന് പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഐ ഡാഷ് ഡാഷ് ഡാൻസിങ്. ഐ ഡാഷ് ഡാൻസിങ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഐയുടെ കൂടെ നമുക്ക് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഐയുടെ കൂടെ ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞേ? ഐയുടെ അടുത്ത് നമുക്ക് പ്രസന്റിലാണെങ്കിൽ ആമും പാസ്റ്റിലാണെങ്കിൽ വാസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ എന്താണ്? വേറും ഉണ്ട്, വാസും ഉണ്ട്. നമ്മൾ ഏത് കൊടുക്കും? വാസ്. ഓക്കെ, അപ്പൊ ഐ വാസ് ഡാൻസിങ്. നെക്സ്റ്റ് ദ ടീച്ചർ ഡാഷ് ലേറ്റ്. ദ ടീച്ചർ ഡാഷ് ലേറ്റ്. അപ്പൊ എന്തായിരിക്കും? ദ ടീച്ചർ ഒറ്റ ആളല്ലേ ഉള്ളൂ അല്ലെ, ഒരൊറ്റ ആളല്ലേ ഉള്ളൂ. ഒരാളാവുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണ്ടേ? ഈസ്. ഓക്കെ, ദ ടീച്ചർ ഈസ് ലേറ്റ്. നെക്സ്റ്റ് വൺ ഇറ്റ് ഡാഷ് എ കാറ്റ്.
ഇറ്റ് ഡാഷ് എ കാറ്റ്. അപ്പൊ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ ഒന്നല്ലേ ഉള്ളൂ, ഒരു കാര്യത്തിലല്ലേ നമ്മൾ ഇറ്റ് എന്ന് പറയുന്നുള്ളൂ. അപ്പൊ നമ്മളിവിടെ എന്താ യൂസ് ചെയ്യുന്നുണ്ടാവുക? വാസ് ആയിരിക്കോ വേർ ആയിരിക്കോ? കറക്റ്റ്, വാസ് ആയിരിക്കും അല്ലെ. വാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്റ്റിലാണ് കേട്ടോ. അപ്പൊ ഇറ്റ് വാസ് എ കാറ്റ്, അതിന്റെ മീനിങ് എന്താണ്? അതൊരു കാറ്റ് ആയിരുന്നു, അതൊരു പൂച്ചയായിരുന്നു എന്നാട്ടോ വരിക വാസ് എന്ന് കൊടുക്കുമ്പോ. നെക്സ്റ്റ്, ജെയിംസ് ഡാഷ് എ ക്യുക്ക് ലേണർ. ജെയിംസ് ഡാഷ് എ ക്യുക്ക് ലേണർ. അപ്പൊ ജെയിംസ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരല്ലേ, ഒരാളുടെ പേരാണല്ലോ, ഒരു പേഴ്സന്റെ പേരാണല്ലോ, ഒറ്റയാളുടെ പേരല്ലേ. അപ്പൊ നമ്മൾ ഈസ് ആയിരിക്കോ ആർ ആയിരിക്കോ? ഈസ് ആയിരിക്കും, കറക്റ്റ്. അപ്പൊ ജെയിംസ് ഈസ് എ ക്യുക്ക് ലേണർ. ജെയിംസ് ഈസ് എ ക്യുക്ക് ലേണർ.